ഡിസംബർ 25 മിത്രാസ് ദേവന്റെ പിറന്നാളാണ്. ക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് പേർഷ്യയിൽ നിലനിന്നിരുന്ന മിത്രാസ് ദേവന്റെ പിറന്നാളാണത്രേ ഡിസംബർ 25. ഇദ്ദേഹം ഡിസംബർ 25 കന്യകയിൽ നിന്നും പിറന്നു. അദ്ദേഹത്തിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ലോകസമാധാനത്തിനു വേണ്ടി സ്വയം ബലിയായി തീർന്നു. ലോകരക്ഷയ്ക്കായി സ്വന്തം രക്തം ചിന്തി. കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. നല്ല ഇടയൻ, രക്ഷകൻ, വഴിയും സത്യവും ജീവനും എന്നൊക്കെ അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ദിനം ഞായറാഴ്ചയായിരുന്നു. കൂടാതെ അദ്ദേഹത്തെ ആരാധിച്ചിരുന്നവർ എല്ലാ ആഴ്ചയും ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ അത്താഴം, ലോർഡ് സപ്പർ എന്ന ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമായിട്ടും യുക്തിവാദികൾ, അതുപോലെ തന്നെ ബിൽ മെഹറിനെ പോലെയുള്ള കൊമേഡിയൻസ് ആണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വാദങ്ങളൊക്കെ ആദ്യമായിട്ട് രൂപപ്പെടുത്തിയെടുത്തത് നമ്മുടെ പെന്തക്കോസ്ത ക്രിസ്ത്യൻസാണ്. പക്ഷേ ഇവരാദ്യം ക്രിസ്മസ് ഇത്തരം ദേവന്മാരുടെ കോപ്പിയാണ് എന്നുള്ള തിയറിയാണ് രൂപപ്പെടുത്തിയത്. എന്നാൽ പിന്നീട് അത് അവർക്ക് തന്നെ തിരിഞ്ഞുകൊള്ളുന്ന രീതിയിൽ, ഇങ്ങനെ യേശു എന്നൊരു വ്യക്തിയേ ഇല്ല എന്ന രീതിയിൽ വാദങ്ങൾ രൂപപ്പെടുത്തി യുക്തിവാദികൾ വരുന്ന രീതിയിൽ ഇത് തിരിഞ്ഞു കൊത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് നോക്കാം. ചരിത്രപരമായിട്ടുള്ള രേഖകൾ വെച്ച് ഈ വാദങ്ങളെ നമുക്ക് പൊളിച്ചെടുക്കാം. പക്ഷെ അതിനു മുൻപ് ഈ വിഷയത്തിൽ സംവാദത്തിന് ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്, വെല്ലുവിളിക്കുകയാണ്. ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആരാണെങ്കിലും, പിന്നെ ഇപ്പം പെന്തക്കോസ്തക്കാരാണെങ്കിലും യുക്തിവാദികളാണെങ്കിലും ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ അറിവുള്ള ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ട് വരുന്ന ആൾക്ക് 1000 രൂപ സമ്മാനം ലഭിക്കുന്നതാണ്. കൂടാതെ സംവാദത്തിന് വരുന്ന ആൾക്ക് അവരുടെ അധ്വാനവും സമയവും പരിഗണിച്ച് 1000 രൂപ സ്റ്റൈപ്പൻഡായിട്ടും തരുന്നതായിരിക്കും. ഒരേ ഒരു കണ്ടീഷൻ, ഞാൻ നിശ്ചയിക്കുന്ന നിബന്ധനകളും ഫോർമാറ്റും അനുസരിച്ച് സംവാദം പൂർത്തിയാക്കണം. ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വാദങ്ങൾക്കുള്ള ചരിത്രപരമായ തെളിവുകളുമായിട്ട് സംവാദത്തിന് തയ്യാറുള്ളവർക്ക് സ്വാഗതം. മിത്രം അഥവാ സുഹൃത്ത്, സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദേവനാണ് മിത്രൻ. പക്ഷേ അത് നമ്മുടെ ഇന്ത്യയിൽ. ഹി റെപ്രസെൻറ്റ്സ് ദ ലൈറ്റ് ദാറ്റ് ബ്രിങ്സ് പീപ്പിൾ ടുഗെദർ ഇൻ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് എഗ്രിമെൻറ്റ്. അതായത് സൗഹൃദത്തിലൂടെയും ഉടമ്പടികളിലൂടെയും മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന പ്രകാശത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. മിത്രന് പ്രധാനമായും 3 വേർഷൻസ് ആണുള്ളത്. ഒന്ന് ഇന്ത്യൻ വേർഷൻ, നമ്മളിപ്പോൾ കണ്ടത് വേദകാലഘട്ടത്തിലെ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന വരുണനോടൊപ്പം കാണുന്ന മിത്ര. രണ്ടാമത്തെ വേർഷനാണ് പേർഷ്യൻ വേർഷൻ, സൊറോആസ്ട്രിയൻ മതത്തിൽ കാണുന്ന മിത്ര. മൂന്നാമത്തേത് റോമൻ വേർഷൻ. ഈ പേർഷ്യൻ വേർഷൻ അവലംബമാക്കി 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മാത്രം റോമിൽ ആരംഭിച്ച റോമൻ മിത്രാസ്. അപ്പോൾ ഈ 3 വേർഷൻസ് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ടു കൺഫ്യൂസ് ദ റോമൻ മിത്രാസ് വിത്ത് ദ വേദിക് ഹിന്ദു ഗോഡ് മിത്ര ഓർ ദ പേർഷ്യൻ സൊറോആസ്ട്രിയൻ മിത്ര. ഈ മിത്ര എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു ഇൻഡോ പേർഷ്യൻ ദൈവമാണ്. ഈ ദൈവത്തെ ആസ്പദമാക്കിയതാണ് റോമിൽ മിത്രായിസം മതം ആരംഭിക്കുന്നത്. അതും ക്രിസ്ത്യാനിറ്റി ആരംഭിച്ച് 10 പതിറ്റാണ്ടുകൾക്ക് ശേഷം മാത്രം. AD 80 മാത്രമാണ് റോമൻ മിത്രായിസത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഡോക്യുമെൻ്ററി എവിഡൻസുകളോ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസുകളോ ലഭ്യമായിട്ടുള്ളത്. എവറിത്തിങ് ഏർലിയർ ഈസ് ജസ്റ്റ് സ്പെക്കുലേറ്റീവ്. ഈ മതത്തിന് യാതൊരു തരത്തിലുള്ള മതഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുമ്പോൾ ഇവരുടെ മതഗ്രന്ഥങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരാരെങ്കിലും ഇവരെക്കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് ഡോക്യുമെൻ്ററി എവിഡൻസുകളായിട്ട് ലഭ്യമായിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ വേദിക് കാലഘട്ടങ്ങളിൽ വരുണനോടൊപ്പം കാണപ്പെടുന്ന ഒരു ദേവനാണ് ഈ മിത്രൻ. ഇവിടെ നിന്ന് പേർഷ്യയിലേക്കും പിന്നീട് അവിടുന്ന് റോമിലേക്കും എത്തുമ്പോഴാണ് ഇദ്ദേഹം മിത്രാസ് ആയി മാറുന്നത്. ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ ഈ മിത്രൻ ഇന്ത്യയിൽ നിന്ന് പോയ ഒരു ദേവനാണ് എന്നതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ റോമാക്കാർ പിന്തുടരുന്ന അതേ ആചാര രീതികളും വിശ്വാസങ്ങളുമായിരുന്നു ഇന്ത്യയിലും എന്ന് കരുതുന്നത് തികഞ്ഞ അബദ്ധമാണ്. അതേപോലെ തന്നെ റോമൻ മിത്രായസത്തിലെ ആചാരങ്ങളും വിശ്വാസങ്ങളുമായിരുന്നു
യേശുവിനും നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന പേർഷ്യൻ മിത്രായുസത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നതും പമ്പര വിഡ്ഢിത്തരം തന്നെയാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഉടനെ തന്നെ കാണാവുന്നതാണ്. ഏതായാലും എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ മിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ മിത്രങ്ങളാകാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും എൻ്റെ മിത്രങ്ങളായി തുടരുക. അപ്പോൾ മിത്രാസിൻ്റെ ജന്മദിനം ഡിസംബർ 25 എന്ന് പറയുന്നത് തെറ്റാണ്. മിത്രാസിന് അങ്ങനെ ഒരു ജന്മദിനമേ ഉണ്ടായിരുന്നില്ല. ഇത് പലരും വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതാണ്. വ്യാഖ്യാനിച്ചതെന്ന് പറയുമ്പോൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നതാണ് ശരി. മിത്രാസിൻ്റെ കൂടെ പലപ്പോഴും സോൾ ഇൻവിക്ടസ് എന്ന സൂര്യദേവനെ കാണാറുണ്ടെന്നുള്ളത് സത്യമാണ്. മിത്രയെ തന്നെയും പലപ്പോഴും സോൾ ഇൻവിക്ടസ് മിത്രാസ് എന്ന് വിളിക്കാറുമുണ്ട്. ചിലപ്പോൾ അവർ ഒരുമിച്ച് വിരുന്നുകളിൽ പങ്കെടുക്കുന്നതായും മറ്റു ചിലപ്പോൾ ഒരുമിച്ച് രഥത്തിൽ സഞ്ചരിക്കുന്നതും കാണാൻ സാധിക്കും. നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ മിത്ര മതത്തിൽ മതഗ്രന്ഥങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണ് ഈ ചിത്രങ്ങൾക്ക് പിന്നിലുള്ള ഐതിഹ്യങ്ങൾ എന്ന് നമുക്കറിയില്ല. എന്നാലും ഈ മിത്ര മതത്തിൽ സൂര്യന് കാര്യമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഈ സോൾ ഇൻവിക്ടസിൻ്റെ പിറന്നാൾ ഡിസംബർ 25 ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നതാണ്. എന്നാൽ ഇത് AD 275 ഔറേലിയൻ ചക്രവർത്തിയുടെ മതനവീകരണങ്ങൾക്ക് ശേഷം മാത്രം ആരംഭിച്ച താരതമ്യേന ചെറുതും പുതിയതുമായ ഒരു ആഘോഷമായിരുന്നുവെന്നും അതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ക്രിസ്ത്യാനികൾ ഡിസംബർ 25 യേശുവിൻ്റെ ജന്മദിനമാണ് എന്ന് കണക്ക് കൂട്ടിയിരുന്നുവെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഈ സൂര്യൻ്റെ പിറന്നാൾ ഡിസംബർ 25 ആയതുകൊണ്ടും മിത്രാസ് മതത്തിൽ സൂര്യനെയും മിത്രനെയും ഒരുമിച്ച് ചിത്രീകരിക്കുന്നതുകൊണ്ടും ചിലപ്പോൾ സോൾ ഇൻവിക്ടസ് മിത്ര എന്ന് മിത്രയെ വിളിക്കുന്നത് കൊണ്ടും ഈ രണ്ട് ദൈവങ്ങളും ഒന്നാണെന്ന് അനുമാനിച്ചാണ് ഇവർ ഇത്തരമൊരു വ്യാഖ്യാനത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സോൾ ഇൻവിക്ടസും മിത്രാസും വ്യത്യസ്തരായ ദൈവങ്ങളാണ്. അവർ ഒന്നല്ല. മാത്രമല്ല AD 275 ശേഷം മാത്രം തുടങ്ങിയ ഈ ഒരു ഉത്സവം റോമാക്കാരുടെ പൊതുവായ ഒരു ഉത്സവമാണ്. അത് മിത്രാസ് മതത്തിൻ്റെ ആഘോഷമായിരുന്നില്ല. മാത്രമല്ല ചരിത്രകാരനായ മാൻഫ്രെഡ് ക്ലൗസ് പറയുന്നതനുസരിച്ച് മിത്രാസ് മതക്കാർക്ക് അങ്ങനെ ഒരു ജന്മദിന ആഘോഷം ഉണ്ടായിരുന്നില്ല എന്നും മാത്രമല്ല ആ മതത്തിന് സ്വന്തമായി പൊതുവായ ഒരു ആഘോഷം പോലും ഉണ്ടായിരുന്നില്ല. മിത്രായിസം ഡിഡ്ന്റ് ഹാവ് എനി പബ്ലിക് ഫെസ്റ്റിവൽ ഓഫ് ഇറ്റ്സ് ഓൺ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മിത്രാസ് മതം എന്നത് ഒരു മിസ്റ്ററി റിലീജിയനാണ്, അഥവാ രഹസ്യ സ്വഭാവമുള്ള ഒരു മതമായിരുന്നു. മിസ്റ്ററി റിലീജിയൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പാത്തും പതുങ്ങിയും ഒളിച്ചും ആരും അറിയാതെ അനുഷ്ഠിക്കുന്ന ഒരു മതമെന്നല്ല. അവർക്ക് പൊതുവായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇല്ലായിരുന്നു എന്ന് മാത്രമാണ്. ഇന്നത്തെ മതങ്ങളെ പോലെ പരസ്യമായ ആഘോഷങ്ങളോ നഗരവീഥികളിലൂടെയുള്ള ഘോഷയാത്രകളോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. ഒരു ഇനീഷ്യേഷൻ സെറിമണി വഴി അംഗത്വം ലഭിച്ചവർക്ക് മാത്രമാണ് ഈ മതത്തിലേക്ക് പ്രവേശനം. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മൈത്രേയം എന്ന് അറിയപ്പെടുന്ന ഇവരുടെ ആരാധനാലയം. ഒരു ഇരുണ്ട ഗുഹ പോലെ നിർമ്മിച്ച ഈ സ്ഥലങ്ങളിൽ ഒരേ സമയം വെറും 20-30 പേർക്ക് മാത്രമേ ഇരിക്കാൻ കഴിയുമായിരുന്നു. ഇത്രയും രഹസ്യ സ്വഭാവത്തോടെ ചെറു സംഘങ്ങളായി മാത്രം പ്രവർത്തിച്ചിരുന്ന ഈ ഒരു മതത്തിന് റോം നഗരം മുഴുവൻ കൊണ്ടാടുന്ന തരത്തിലുള്ള ഒരു പൊതു ജന്മദിനാഘോഷം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല. മിത്രാസ് മതത്തിൽ സൂര്യദേവന്റെ, അതായത് സോൾ ഇൻവിക്ടസിന്റെ പിറന്നാൾ ഡിസംബർ 25 എന്ന് വാദിക്കുന്നത്. ഉദാഹരണത്തിന് ക്രിസ്തു മതത്തിൽ യേശുവിൻ്റെ പിറന്നാൾ ഡിസംബർ 25 ആയതുകൊണ്ട് ഇസ്ലാം മതത്തിലും ഇതേ ആഘോഷം ക്രിസ്മസ് ഡിസംബർ 25 യേശുവിൻ്റെ പിറന്നാളായി ഉണ്ട് എന്ന് വാദിക്കുന്നത് പോലെ ഉള്ള ബാലിശമായ ഒരു വാദമാണ്. മിത്രാമതം റോമിൽ സജീവമാകുന്നത് 2-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ ഈ സൂര്യദേവൻ്റെ സോൾ ഇൻവെക്ടസിൻ്റെ പിറന്നാൾ ഡിസംബർ 25 ആഘോഷിച്ചു തുടങ്ങിയത് AD 275 ഔറേലിയൻ ചക്രവർത്തിയുടെ മതനവീകരണങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട കാര്യമാണ്. ഡിസംബർ 25 സൂര്യദേവന്റെ പിറന്നാളിനെ കുറിച്ചുള്ള ഏറ്റവും ആദ്യത്തെ തെളിവ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് AD 354 ഫിലോകാലിയൻ കലണ്ടറാണ്. ഇത് വിരൽ ചൂണ്ടുന്നത് AD 274 ഔറേലിയൻ ചക്രവർത്തിയുടെ മതനവീകരണത്തിലേക്കുമാണ്.
എങ്കിലും ഔറേലിയൻ ചക്രവർത്തി ഇത്തരമൊരു ആഘോഷം ഡിസംബർ 25 തുടങ്ങിയതായിട്ട് ചരിത്ര രേഖകളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. എങ്കിലും AD 354 കലണ്ടറിൻ്റെ തെളിവിൻ്റെ ബലത്തിൽ മാത്രമാണ് നമ്മൾ അത്തരമൊരു അനുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് ഈ മിത്രാമതം റോമിൽ ആരംഭിച്ച് 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഡിസംബർ 25 സോൾ ഇൻവെക്ടസിൻ്റെ ഈ തിരുനാൾ ആരംഭിച്ചത്. മിത്രാമതം അതിൻ്റെ ഉന്നതിയിൽ നിലനിന്നിരുന്ന 2-3 നൂറ്റാണ്ടുകളിലൊന്നും ഇങ്ങനൊരു ആഘോഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ വൈകി മാത്രം വന്ന സൂര്യദേവൻ്റെ പിറന്നാൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്നു തന്നെയാണ് മിത്രാസ് ദേവൻ്റെയും പിറന്നാൾ എന്ന് വാദിക്കുന്നത് ചരിത്രപരമായി നിലനിൽക്കില്ല. ഇവിടെ ഉന്നയിക്കുന്ന വാദങ്ങളുടെ ഒരു ലോജിക്കൽ ഫ്ലോ ഞാനൊന്ന് വിവരിക്കാം. ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിച്ചു തുടങ്ങിയതിന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആരംഭിച്ച സൂര്യദേവന്റെ പിറന്നാൾ AD 354 കലണ്ടർ പ്രകാരം ഡിസംബർ 25 എന്നുള്ളത് റോമാക്കാരുടെ ഒരു പൊതുവായ ആഘോഷമാണ്. അടുത്ത പോയിന്റ്, റോമിൽ നിലനിന്നിരുന്ന മറ്റൊരു മതമായ മിത്രാ മതത്തിൽ ഇതേ സൂര്യദേവൻ മിത്രാസിനൊപ്പം ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. മിത്രയുടെ പിറന്നാളും ഡിസംബർ 25 എന്ന് ഇവരങ്ങ് അനുമാനിക്കും. മൂന്നാമത്തെ പോയിന്റ്, തുടർന്ന് മിത്രാസ് പേർഷ്യയിൽ നിന്നായതുകൊണ്ട് അവിടുത്തെ പേർഷ്യക്കാരും ഡിസംബർ 25 പിറന്നാൾ ആഘോഷിച്ചിരുന്നു എന്ന് ഇവർ ദുർവ്യാഖ്യാനം. എങ്ങനെയുണ്ട് ഇവരുടെ തിരക്കഥ? അടിപൊളിയല്ലേ? വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, മിത്രാസ് ഒരു സൂര്യദേവനല്ല. ഇവിടെ ഇന്ത്യയിലായാലും പിന്നീട് പേർഷ്യയിലായാലും അവിടുന്ന് റോമിലായാലും മിത്രാസ് സൂര്യനായിരുന്നില്ല. തീർച്ചയായും മിത്രന്റെ സങ്കല്പത്തിന് ഒരു സോളാർ നേച്ചർ ഉണ്ട് എന്ന് പറയാം. കാരണം വെളിച്ചം, നീതി, ഉടമ്പടി എന്നിവയുടെ പ്രതീകാത്മതയിൽ മിത്രന് സൂര്യനുമായിട്ട് അഭേദ്യമായൊരു ബന്ധമുണ്ട്, പ്രത്യേകിച്ച് പ്രഭാതത്തിൻ്റെ വെളിച്ചം എന്ന നിലയിൽ. എന്നാൽ ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു തെറ്റിദ്ധാരണ കടന്നു വന്നിട്ടുണ്ട്. BC 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത ഗ്രീക്ക് ഭൂമിശാസ്ത്രജ്ഞനായിരുന്ന സ്ട്രാബോ പറയുന്നത് പേർഷ്യക്കാർ സൂര്യനെ മിത്ര എന്ന് വിളിക്കുന്നു എന്നാണ്. എങ്കിലും ഈ ഒരു കാഴ്ചപ്പാട് സൊറോആസ്ട്രിയൻ വിശ്വാസങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നില്ല, അവിടുത്തെ ചരിത്രരേഖകളുമായിട്ട് യോജിച്ചു പോകുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ഇത് സ്ട്രാബോയുടെ സ്വന്തം വ്യാഖ്യാനമാണ്. ഇൻ്റർപ്രിറ്റേഷ്യ ഗ്രീക്ക എന്ന ഒരു വ്യാഖ്യാന രീതിയുടെ ഉദാഹരണമാണിത്. അതായത് ഗ്രീക്കുകാർക്ക് പരിചയമുള്ള അവരുടെ ദൈവങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അവർ മറ്റുള്ളവരുടെ ദൈവങ്ങളെ മനസ്സിലാക്കുക. വെളിച്ചം, നീതി, ഉടമ്പടി എന്നിവയുടെ പ്രതീകമായ മിത്രയെ ഗ്രീക്കുകാരനായ സ്ട്രാബോ അവരുടെ സൂര്യദേവനുമായി ബന്ധപ്പെടുത്തി. അത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ വേദകാലഘട്ടത്തിൽ മിത്രൻ സൗഹൃദത്തിൻ്റെയും ഉടമ്പടിയുടെയും ദൈവമായിരുന്നു. അദ്ദേഹം വരുണൻ്റെ ഉറ്റ കൂട്ടാളിയായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഭാരതീയ പാരമ്പര്യത്തിൽ മിത്രന് ഒരു സോളാർ ആസ്പെക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം സൂര്യനായിരുന്നില്ല. ചില ദൈവങ്ങൾക്കൊക്കെ ഒരു സോളാർ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സോളാർ സിംബോളിസം ഒക്കെ ഉണ്ടാവാം. ഈ സോളാർ ഡേറ്റീസ് പല രീതിയിലുണ്ട്, പക്ഷേ ഇതൊന്നും സൂര്യനാകണമെന്ന് നിർബന്ധമില്ല. വേദകാലഘട്ടത്തിലെ മിത്രനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ പേർഷ്യൻ സൊറോആസ്ട്രിയൻ പാരമ്പര്യത്തിലും മിത്രൻ്റെ ഈ സോളാർ നേച്ചർ നിലനിൽക്കുന്നുണ്ട്. പ്രഭാതത്തിൻ്റെ വെളിച്ചത്തോടും സത്യം, ജാഗ്രത എന്നിവയോടും ബന്ധപ്പെട്ട ഒരു ദൈവിക സത്തയായിട്ടാണ് ഇവിടെ മിത്രൻ ഉയർന്നു വന്നത്. പക്ഷേ പേർഷ്യൻ മതഗ്രന്ഥങ്ങളായ അവസ്ഥയിൽ ഈ മിത്രൻ സൂര്യദേവനായ ഹ്വരേഷായത്തായിൽ നിന്നും വളരെ വ്യക്തമായും ഡിഫറൻഷ്യേറ്റ് ചെയ്യപ്പെട്ടു. മിത്രൻ ഉടമ്പടികളുടെയും സത്യത്തിൻ്റെയും രക്ഷകനാണ്. മിത്രൻ സൂര്യോദയത്തിന് മുൻപേ നീങ്ങുന്നതായി ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം സൂര്യനല്ല, പ്രഭാതത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും വരവിനോട് ശക്തമായി ബന്ധപ്പെട്ട ഒരു സോളാർ നേച്ചർ ഉള്ള ദൈവമാണ്. ഈ പേർഷ്യൻ മിത്രാ മതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് റോമൻ മിത്രായിസം രൂപം കൊണ്ടതെങ്കിലും ഈ പേർഷ്യൻ വിശ്വാസങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് റോമൻ മിത്രായിസം രൂപം കൊള്ളുന്നതെങ്കിലും ഇത് പേർഷ്യൻ മതത്തിൻ്റെ നേരിട്ടുള്ള ഒരു തുടർച്ചയായിരുന്നില്ല. പാശ്ചാത്യ സംസ്കാരത്തിൽ രൂപപ്പെട്ട തികച്ചും വ്യത്യസ്തമായ ഒരു മിസ്റ്ററി കൾട്ടായിരുന്നു ഈ റോമൻ മിത്രായിസം. റോമൻ മിത്രായിസത്തിൽ ഈ മിത്രാസ് ഒരു സൂര്യദേവനല്ല. സൂര്യദേവനായ സോൾ ഇൻവിക്ടസിനെ നമുക്ക് പലപ്പോഴും കൂടെ കാണാം. സോൾ ഇൻവിക്ടസ് മിത്രാസ് എന്ന് പലപ്പോഴും പേര് എഴുതിയും കാണാം. എങ്കിലും ഈ മിത്രാസും സോളും രണ്ട് ദൈവിക ഭാവങ്ങളായിട്ട് തന്നെയാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ റോമൻ മിത്രായിസം പേർഷ്യൻ വിശ്വാസത്തിൽ നിന്ന്
രൂപപ്പെട്ടതാണെന്നുള്ളത് സത്യമാണ്. അതായത് റോമാക്കാർ ശൂന്യതയിൽ നിന്നും ഒരു ദൈവത്തെ ആവിഷ്കരിച്ചതല്ല. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായും സെലക്റ്റീവ് ബോറോവിംഗ് ആണ് നടക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ആചാരപരമായ പിന്തുടർച്ചയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വളരെ പരിമിതമായ അർത്ഥത്തിൽ റോമൻ മിത്രായിസം പേർഷ്യൻ പാരമ്പര്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പേർഷ്യൻ സൊറോആസ്ട്രിയനിസത്തിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് മിത്രാസ് എന്ന പേര് തന്നെയാണ്. എന്നാൽ ഈ പേരിനപ്പുറം ഈ രണ്ട് ദൈവങ്ങൾ തമ്മിൽ കാര്യമായി എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് എനിക്ക് സംശയം. സത്യസന്ധത, വിശ്വസ്തത തുടങ്ങിയ ധാർമ്മിക ആശയങ്ങളും വെളിച്ചം പോലെയുള്ള ചില പ്രതീകങ്ങളും മാറ്റി നിർത്തിയാൽ റോമൻ മിത്രാസ് പേർഷ്യൻ സൊറോആസ്ട്രിയൻ മിത്രയിൽ നിന്നും പരിപൂർണനായും വിഭിന്നനായ ഒരു ദൈവം. അതായത് ഇവിടെ നടക്കുന്ന ഈ സെലക്റ്റീവ് ബോറോവിങ് ഏതെങ്കിലും രീതിയിലുള്ള ദൈവശാസ്ത്രപരമോ മതപരമോ സൈദ്ധാന്തികമോ ആയ ഒരു തുടർച്ചയല്ല. നോ റിച്വൽ കോണ്ടിന്യൂറ്റി, നോ ടെക്സ്റ്റൽ കോണ്ടിന്യൂറ്റി, നോ പ്രീസ്ലി ലീനിയേജ് കോണ്ടിന്യൂറ്റി, നോ കോണ്ടിന്യൂറ്റി ഓഫ് സൊറോആസ്ട്രിയൻ തിയോളജി ഇൻ റോമൻ മിത്രാസ്. അതായത് റോമൻ മിത്രായസത്തിൽ യഥാർത്ഥ പേർഷ്യൻ സൊറോആസ്ട്രിയൻ ദൈവശാസ്ത്രമോ അവരുടെ ആചാരങ്ങളോ മതഗ്രന്ഥങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള അവരുടെ പൗരോഹിത്യമോ ഒന്നും പിന്തുടരുന്നില്ല. നൺ ഓഫ് ദം ഈസ് പ്രിസർവ്ഡ് ഹിയർ. ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട്. റോമൻ മിത്രായസത്തിലെ കേന്ദ്രബിന്ദുവായ കാളയെ കൊല്ലുന്ന ദൃശ്യം ടൗറോക്ടോണി എന്ന് പറയും. 7 ഘട്ടങ്ങളായിട്ടുള്ള ഇനീസിയേഷൻ ഗ്രേഡ്സ്, ആരാധനാ കേന്ദ്രങ്ങളായിട്ടുള്ള മൈത്രേയങ്ങൾ എന്നിവയെല്ലാം പേർഷ്യൻ മതത്തിൽ കേട്ടുകേൾവിയില്ലാത്ത റോമൻ കണ്ടുപിടുത്തങ്ങളാണ്. ദീസ് ആർ റോമൻ ഇൻവെൻഷൻസ് വിച്ച് ആർ കംപ്ലീറ്റ്ലി അൺഹേർഡ് ഓഫ് ഇൻ പേർഷ്യൻ സൊറോആസ്ട്രിയനിസം ഓർ ദ ഇന്ത്യൻ വേദാസ്. മാത്രമല്ല പേർഷ്യൻ മിത്രൻ പരമോന്നത ദൈവമായ അഹൂരാമസ്തിയുടെ കീഴിലുള്ള ഒരു യസദ, അതായത് ആരാധ്യനായവൻ ആയിരുന്നെങ്കിൽ റോമൻ ആരാധനയിൽ മിത്രാസ് തന്നെയാണ് കേന്ദ്ര ആരാധനാമൂർത്തി. നമ്മൾ ഇന്ന് ഗൂഗിളിൽ തിരയുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന മിത്രാസിൻ്റെ ഒട്ടുമിക്ക ചിത്രങ്ങളും റോമൻ മിത്രായിസത്തിൽ നിന്നുള്ളതാണ്. ഈ റോമൻ ചിത്രങ്ങൾ നമുക്ക് ധാരാളമായിട്ട് ലഭ്യമാണ്. എന്നാൽ പേർഷ്യൻ സൊറോആസ്ട്രിയൻ മതത്തിലെ മിത്രയുടെ ചിത്രങ്ങളും രൂപങ്ങളും വളരെ വിരളമായിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം റോമൻ മിത്രയിൽ നിന്നും വ്യത്യസ്തമായി സൊറോആസ്ട്രിയൻ മതത്തിൽ ദൈവങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കുന്ന സമ്പ്രദായം താരതമ്യേന കുറവായിരുന്നു. എങ്കിലും ലഭ്യമായിട്ടുള്ള അപൂർവം ചിത്രങ്ങളിൽ നിന്ന് തന്നെ റോമൻ മിത്രയും പേർഷ്യൻ മിത്രയും തമ്മിലുള്ള രൂപവൈവിധ്യങ്ങൾ വളരെ പ്രകടമാണ്. റോമൻ മിത്രാസിനെ ഈ കാണുന്ന പോലെ കാളയെ കൊല്ലുന്ന ചിത്രങ്ങളിലാണ് പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ പേർഷ്യൻ മിത്ര ഈ രീതിയിലല്ല കാണപ്പെടുന്നത്. രാജകീയ ഉടമ്പടികൾക്ക് സാക്ഷി നിൽക്കുന്ന താടിയുള്ള ഒരു വ്യത്യസ്ത രൂപമാണ് പേർഷ്യൻ മിത്രയുടേത്. കണ്ടില്ലേ, നമ്മുടെ മിത്രൻ 2 രാജാക്കന്മാർ തമ്മിലുള്ള രാജകീയ ഉടമ്പടികൾക്ക് സാക്ഷിയായി നിൽക്കുകയാണ്. ഇടതുവശത്ത് തലയ്ക്ക് ചുറ്റും സൂര്യപ്രകാശമൊക്കെയുള്ള ഗഡിയാണ് നമ്മുടെ മിത്ര. ഇതുകൂടാതെ ശ്രദ്ധേയമായ മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട്. റോമൻ മിത്രായസത്തിൽ അവരുടെ ദൈവമായ മിത്രാസിനെ കുറിച്ചുള്ള എഴുതപ്പെട്ട മതഗ്രന്ഥ ലിഖിതങ്ങളോ ഇല്ല. അതായത് അവർക്ക് കിതാബുകളൊന്നും ഇല്ല. പകരം നമുക്ക് ധാരാളമായി ലഭിക്കുന്നത് പുരാവസ്തു തെളിവുകളും ആർക്കിയോളജിക്കൽ ഫോംസുകളും രൂപങ്ങളുമാണ്. നേരെ തിരിച്ച് പേർഷ്യൻ സൊറോആസ്ട്രിയൻ മതത്തിൽ നേരെ തിരിച്ചാണ്. അവിടെ രൂപങ്ങൾ വളരെ കുറവാണെങ്കിലും മിത്രനെക്കുറിച്ചുള്ള അവരുടെ ഗ്രന്ഥങ്ങളും ലിഖിതങ്ങളും ധാരാളമായിട്ട് ലഭ്യമായി. ഈ തെളിവുകളുടെ വിപരീത സ്വഭാവങ്ങളിൽ നിന്നും ഈ 2 മതങ്ങൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഏറ്റവും കൃത്യമായ ചരിത്രപരമായ നിഗമനം ഇതാണ്. 1, റോമൻ മിത്രായിസം പേർഷ്യൻ മിത്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. 2, എന്നാൽ പേർഷ്യൻ മതത്തിൻ്റെ നേരിട്ടുള്ള തുടർച്ചയല്ല. 3, മൈത്രേയം, കാളയെ കൊല്ലുന്ന രൂപം, ഇനീസിയേഷൻ സെറിമണി പോലെ ആരാധനാ രീതിയിലും ദൈവശാസ്ത്രത്തിലും പരിപൂർണമായും പേർഷ്യൻ പാരമ്പര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ റോമൻ മിസ്റ്ററി കൾട്ടാണ് ഈ റോമൻ മിത്രായിസം. ഇത്രയും വലിയൊരു ആമുഖം ഞാൻ ഈ വീഡിയോയ്ക്ക് നൽകാൻ കാരണം മിത്ര എന്നത് അടിസ്ഥാനപരമായി ഒരു ഇൻഡോ പേർഷ്യൻ ദൈവമാണ്. എങ്കിലും റോമൻ മിത്രായസത്തിൽ കാണുന്ന ഈ മിത്രാസ് ഈ ഇൻഡോ പേർഷ്യൻ മിത്രയിൽ നിന്നും വളരെയേറെ വിഭിന്നനാണ്. അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിപൂർണമായും ഇറാനിയൻ മിത്രായസത്തിൽ നിന്ന് അടിമുടി വ്യത്യസ്തമാണ്
എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഈ ചരിത്രപരമായ വസ്തുതകൾ മനസ്സിലാക്കി കഴിയുമ്പോൾ യുക്തിവാദികളും പന്തക്കൊസ്താക്കാരും ബിൽ മെഹറിനെ പോലെയുള്ള കൊമേഡിയൻസും പറയുന്നതെല്ലാം വെറും ചരിത്രപരമായ മണ്ടത്തരങ്ങളാണെന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഡിസംബർ 25-ന് പേർഷ്യക്കാർ മിത്രാസിന്റെ ജന്മദിനം ആഘോഷിച്ചു എന്ന് പറയുന്നത് തികഞ്ഞ ചരിത്രപരമായ അജ്ഞതയാണ് വെളിവാക്കുന്നത്. ഹിമാലയൻ മണ്ടത്തരമാണ്. മിത്ര ജനിച്ചത് ഡിസംബർ 25-നാണെന്ന വാദം 1950-കളിൽ വെർമാസറിനെ പോലെയുള്ള പഴയ പണ്ഡിതന്മാർ ഉന്നയിച്ച വാദങ്ങളാണ്. എന്നാൽ സൂര്യദേവനായ സോളിൻ്റെ പിറന്നാൾ ഡിസംബർ 25-നായതുകൊണ്ടും പലപ്പോഴും മിത്രയെ സോളിനോടൊപ്പം ചിത്രീകരിച്ചിരിക്കുന്നത് കൊണ്ടും സോളിൻ്റെ അതേ പിറന്നാൾ തന്നെയാണ് മിത്രായ്ക്കും ഉണ്ടാകുക എന്നൊരു തെറ്റായ അനുമാനമായിരുന്നു ഇവരുടേത്. എന്നാൽ മാൻഫ്രെഡ് ക്ലൗസ്, റോജർ ബെക്കിനെ പോലുള്ള ആധുനിക പണ്ഡിതന്മാർ ഈ വാദം തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. മിത്രയെ ഡിസംബർ 25-മായി ബന്ധിപ്പിക്കുന്ന ചരിത്രപരമായ യാതൊരു തെളിവുകളും, ശിലാഫലകങ്ങളോ കലണ്ടറോ മറ്റേതെങ്കിലും പുരാതന രേഖകളോ ലഭ്യമല്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കും. ഡിസംബർ 25-ലെ സൂര്യദേവന്റെ പിറന്നാൾ ആഘോഷം ഒന്ന്, അത് AD 275-ലെ ഔറേലിയൻ ചക്രവർത്തിയുടെ മതനവീകരണത്തിന് ശേഷം മാത്രം തുടങ്ങിയതാണ്. 2, അത് റോമിലെ ഒരു പബ്ലിക് ഫെസ്റ്റിവലാണ്, അല്ലാതെ മിത്രാസ് മതത്തിൻ്റെ, അതായത് മിത്രാസ് മതം എന്ന ഒരു മിസ്റ്ററി കൾട്ടിൻ്റെ ആഘോഷമായിരുന്നില്ല. മാത്രമല്ല നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ മിസ്റ്ററി കൾട്ടിന് പബ്ലിക്കായിട്ടുള്ള യാതൊരു ആഘോഷങ്ങളും ഇല്ല എന്നത്. ഇനി നമുക്ക് തുടക്കത്തിൽ പറഞ്ഞ ഓരോ ആരോപണങ്ങൾക്കും ഓരോന്നോരോന്നായി മറുപടി കൊടുക്കാം. ആദ്യത്തേത് ഡിസംബർ 25-ന് കന്യകയിൽ നിന്ന് പിറന്നു എന്ന ആരോപണം. ഇതിന് നമ്മൾ ഓൾറെഡി മറുപടി നൽകി കഴിഞ്ഞു. തീർച്ചയായും ഈ ഒരു ആരോപണം തെറ്റാണ്. ഡിസംബർ 25-നല്ല മിത്രാസ് ദേവന്റെ പിറന്നാൾ. മിത്രാസ് ദേവന് അങ്ങനെ ഒരു പിറന്നാൾ ഇല്ലായിരുന്നുവെന്നും റോമൻ രഹസ്യമതമായ ഈ മിസ്റ്ററി കൾട്ടായ മിത്രാമതത്തിന് ജന്മദിനാഘോഷം എന്നത് പോട്ടെ പൊതുവായ ഒരാഘോഷവും ഇല്ലായിരുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. മിത്രാസ് ദേവനോടൊപ്പം കാണുന്ന സൂര്യദേവനായ സോൾ ഇൻവെക്ടസിന്റെ പിറന്നാൾ ഡിസംബർ 25-നാണ് എന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങി പതിറ്റാണ്ടുകൾക്ക് ശേഷം AD 354-ലെ ഫിലോക്കാലിയൻ കലണ്ടറിൽ കാണും. ആ സൂര്യദേവന്റെ പിറന്നാൾ മിത്രാസ് ദേവനും ഉണ്ട് എന്ന അനുമാനം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല ഈ അനുമാനം പോലും റോമൻ മിത്രാമതത്തെ കുറിച്ചിട്ടാണ്. ഈ റോമൻ മിത്രാമതത്തിൻ്റെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അല്ല യേശുവിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് പേർഷ്യൻ സൊറോസ്ട്രിയൻ മിത്രായിക്കുണ്ടായിരുന്നതെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ മിത്രാസ് കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ റോമൻ പാരമ്പര്യത്തിൽ മിത്രാസ് ഒരു പാറയിൽ നിന്നും ആണ് ജനിക്കുന്നത്. പൂർണ്ണ വളർച്ച നേടിയ ഒരു അഡൽട്ട് രൂപത്തിലാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഈ പാറക്കല്ലിനെ ഒരു കന്യകയായിട്ടാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ വൈൽഡസ്റ്റ് ഓഫ് വൈൽഡസ്റ്റ് ഇമാജിനേഷൻ എന്ന് മാത്രമേ എനിക്ക് വിശേഷിപ്പിക്കാനുള്ളൂ. എന്നാൽ പേർഷ്യൻ സൊറാസ്ട്രിയൻ പാരമ്പര്യത്തിൽ മിത്രയെ അഹൂര മസ്തയുടെ കീഴിലുള്ള ഒരു യസദ ആയിട്ടാണ് കാണുന്നത്. അവിടെ മിത്രന്റെ ജനനം, ബാല്യം, വളർച്ച എന്നിവയെക്കുറിച്ചുള്ള ഏതെങ്കിലും കഥാഖ്യാനമില്ല. മറിച്ച് അവൻ അഹൂര മസ്തയുടെ സൃഷ്ടിയായ ഒരു ദൈവിക സത്തയായി അതോടൊപ്പം തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ആയ ഒരു യസദ എന്ന നിലയിൽ നിലകൊള്ളുന്നു. ഇനി നമുക്ക് ഒരു ചലഞ്ചാണ്. iPhone 17 Pro Max സമ്മാനം ലഭിക്കുന്ന ഒരു ചലഞ്ചാണ്. മിത്രാസ് കന്യകയിൽ നിന്ന് ജനിച്ചു എന്നതിനോ അല്ലെങ്കിൽ ഡിസംബർ 25-ന് ജനിച്ചു എന്നതിനോ ഏതെങ്കിലും പുരാതന രേഖകളിൽ, അതായത് 1, 2, 3 നൂറ്റാണ്ടുകളിൽ നിന്നുള്ള റോമൻ സോഴ്സുകളോ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന സൊറോസ്ട്രിയൻ സോഴ്സുകളോ തെളിവുകളായിട്ട് കാണിച്ചു തരാൻ സാധിക്കുന്നവർക്ക് ഒരു iPhone 17 Pro Max സമ്മാനമായി നേടാവുന്നതാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന തെളിവുകൾ പ്രൈമറി സോഴ്സുകളിൽ നിന്നുള്ളത് തന്നെ ആയിരിക്കണം. ഉത്തരം കൊണ്ടുവരുമ്പോൾ ഈ താഴെ പറയുന്ന ഫോർമാറ്റിൽ പ്രത്യേകിച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ആദ്യം എവിഡൻസിൻ്റെ നെയിം, പിന്നെ എവിഡൻസ് ടൈപ്പ്, ഇനി ഡോക്യുമെൻ്ററി എവിഡൻസ് ആണോ ആർക്കിയോളജിക്കൽ എവിഡൻസ് ആണോ അങ്ങനെയുള്ള അതിൻ്റെ കാറ്റഗറൈസേഷൻ. പിന്നെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണെങ്കിൽ അതിനൊരു ഓതർ ഉണ്ടാവും, ഓതറിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റിങ് ഞാൻ പറഞ്ഞു. ഒരു 1st, 2nd, 3rd സെഞ്ചുറിയിൽ നിന്നുള്ള റോമൻ സോഴ്സുകളോ അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന പേർഷ്യൻ സോഴ്സുകളോ ഏതാണേലും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ 3rd സെഞ്ചുറിക്ക് ശേഷമുള്ള ഒരു റെഫറൻസും അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. പിന്നെ അക്കാഡമിക്കലി റെഫറൻസ് ലിങ്ക്, ഇനി വിക്കിപീഡിയ ആവാം അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളാവാം, അതിലേക്കുള്ള ലിങ്കുകൾ തരാവുന്നതാണ്. ഒരു ഉദാഹരണം, ഈ എവിഡൻസ് ഫ്രേസ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം യേശുവിൻ്റെ എക്സിസ്റ്റൻസിനുള്ള തെളിവാണ്. നോൺ ക്രിസ്ത്യൻ സോഴ്സ് എന്നുള്ള എവിഡൻസ് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് കൊടുക്കുക. എവിഡൻസ് നെയിം ടെസ്റ്റിമോണിയം ഫ്ലാവിയം.
ഫൗണ്ട് ഇൻ ജൂയിഷ് ആൻറ്റിക്വിറ്റീസ് ബുക്ക് 18 ചാപ്റ്റർ 3 സെക്ഷൻ 3. എവിഡൻസ് ടൈപ്പ് അതൊരു ഡോക്യുമെൻ്ററി മാനുസ്ക്രിപ്റ്റ് എവിഡൻസ് ആണ്. ഓദർ ഫ്ലാവിയസ് ജോസഫ് ബെൻ മതത്യാഹു. അപ്രോക്സിമേറ്റ് ഡേറ്റിംഗ് AD 93 or 94. അക്കാഡമിക് റെഫറൻസ് ലിങ്ക് വിക്കിപീഡിയ ടെസ്റ്റിമോണിയം ഫ്ലാവിയത്തിലേക്കുള്ളതും ബ്രിട്ടാനിക്കയുടെ ജീസസ് ഇൻ ജോസഫസ് എന്നുള്ളതിൻ്റെ ലിങ്ക് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത അവകാശവാദത്തിലേക്ക് കടക്കാം. അദ്ദേഹത്തിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. തീർത്തും തെറ്റാണ്. മിത്രായിക്ക് 12 ശിഷ്യന്മാർ ഉണ്ടായിരുന്നതായിട്ട് ഇന്ത്യൻ പാരമ്പര്യത്തിലോ പേർഷ്യൻ വിശ്വാസങ്ങളിലോ റോമൻ ആചാരങ്ങളിലോ ഒരിടത്തും കാണാൻ സാധിക്കില്ല. ഭാരതീയ സങ്കല്പത്തിൽ അദ്ദേഹം വരുണനോടൊപ്പം ചേർന്ന് കാണപ്പെടുന്നു എന്നത് മാത്രമാണ് വസ്തുത. അവിടെയും 12 ശിഷ്യന്മാരില്ല. അതുപോലെ തന്നെ റോമൻ മിത്രായസത്തിൽ കോട്ടോപാറ്റസ് എന്നിങ്ങനെ 2 ടോർച്ച് ബിയറർമാരെയും പലപ്പോഴും കൂടെ സൂര്യദേവനായ സോൾ ഇൻവിക്ടസിനെയും കാണാമെന്നല്ലാതെ 12 ശിഷ്യന്മാരെന്നൊരു സങ്കല്പം ഒരിടത്തുമില്ല. ഇനി പലരും ഈ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് ഈ കാളയെ കൊല്ലുന്ന ടൗറക്ടോണി ചിത്രത്തിന് ചുറ്റും കാണുന്ന സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ തന്നെയുള്ള സോഡിയാക് സിംബൽസ് ഇവയെ ഉദ്ദേശിച്ചിട്ടാണ്. എന്നാൽ ഇവയൊന്നും മിത്രയുടെ ശിഷ്യന്മാരോ അനുയായികളോ ഒന്നും അല്ല. മറിച്ച് പ്രപഞ്ചത്തിൻ്റെയും കാലത്തെയും സൂചിപ്പിക്കുന്ന ജ്യോതിശാസ്ത്രപരമായ ചിഹ്നങ്ങൾ മാത്രമാണ്. ഈ വാദങ്ങളെല്ലാം എന്തുമാത്രം ബാലിശമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പാറയിൽ നിന്ന് പുറത്തു വരുന്ന മിത്രയെ കാണുമ്പോഴേ ഇവർ പറയുന്നത് പാറ കന്യകയാണ്, അങ്ങനെ കന്യകയിൽ നിന്ന് ജനിച്ചവനാണ് മിത്രൻ. കാളയെ കൊല്ലുന്ന ചിത്രത്തിന് ചുറ്റും സൂര്യനും ചന്ദ്രനും സോഡിയാക് സിംബിൾസും കാണുമ്പോൾ ഇവർ പറയുന്നത് ഇതൊക്കെ 12 ശിഷ്യന്മാരാണെന്നാണ്. ഇത്തരം ശുദ്ധ അസംബന്ധങ്ങൾ മാത്രമാണ് ഇവരുടെ വാദങ്ങളല്ല. ഇനി എന്താണ് ഇവരുടെ അടുത്ത വാദം? യേശു അത്ഭുതം പ്രവർത്തിച്ചു, മിത്രാസ് അത്ഭുതം പ്രവർത്തിച്ചു, അതുകൊണ്ട് രണ്ടും സെയിം ആണ്. ഇവരോടൊക്കെ എന്ത് പറയാം? ഏതൊരു ദൈവത്തെക്കുറിച്ചും പറയാൻ പറ്റുന്ന വളരെ ജനറിക് ആയിട്ടുള്ള ഒരു സാമ്യമാണ്. പൊതുവേ ദൈവം എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ശക്തി ആയിരിക്കണമല്ലോ. ഇതിനൊരു മറുപടി പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഈ മിത്രാസ് എവിടെയെങ്കിലും എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് റോമൻ സോഴ്സുകളിലോ അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള പേർഷ്യൻ സോഴ്സുകളിലോ ഞാൻ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വാദത്തിലേക്ക് നീങ്ങാം. ലോകസമാധാനത്തിന് വേണ്ടി സ്വയം ബലിയായി തീർന്ന് ലോകരക്ഷയ്ക്കായി സ്വയം രക്തം ചിന്തി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മിത്രാസ് ഒരിക്കലും കുരിശിൽ മരിച്ചിട്ടില്ല. ലോക സമാധാനത്തിന് വേണ്ടിയോ രക്ഷയ്ക്ക് വേണ്ടിയോ ഒന്നും അദ്ദേഹം പീഡകൾ സഹിക്കുകയോ രക്തം ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. അത്തരം യാതൊരു തെളിവുകളും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും കല്ലറയിൽ അടക്കപ്പെട്ടിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല. മിത്രാസിന് മരണമില്ല എന്നതാണ് വിശ്വാസം. ഇവർ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന കാളയെ കൊല്ലുന്ന ദൃശ്യം തന്നെയാണ്. ടൗറക്ടോണി എന്ന് പറയും. മിത്രാസ് എന്തിനാണ് ഈ കാളയെ കൊല്ലുന്നതെന്ന് വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു പുരാതന മിത്രായിക ഗ്രന്ഥവും നമുക്ക് ലഭ്യമല്ല. കാരണം നമ്മൾ കണ്ടതുപോലെ റോമൻ മിത്രായസത്തിന് യാതൊരു തരത്തിലുള്ള മതഗ്രന്ഥങ്ങളും ഇല്ല. അതിനാൽ ഇത് ലോകസമാധാനത്തിന് വേണ്ടിയാണോ രക്ഷയ്ക്കാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിന് അർത്ഥമുണ്ടോ എന്ന് പുരാതന സ്രോതസ്സിൽ നിന്ന് ഉറപ്പോടെ പറയാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു കാളയെ കൊല്ലുന്ന ഈ പ്രതീകാത്മക ചിത്രം മാത്രമാണ്. ആൻഡ് as to you saved by spilling eternal blood എന്നൊരു പ്രയോഗം AD 200 ശേഷം മാത്രമുള്ള ഒരു ചുവരെഴുത്തിൽ ഗ്രഫീറ്റിയിൽ കാണുന്നു എന്ന് പലരും ചൂണ്ടിക്കാണിക്കാറ്. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. കാളയെ കൊല്ലുന്ന കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ലോകരക്ഷയ്ക്കായിട്ട് മിത്രൻ സ്വയം കുരിശിൽ മരിച്ച് രക്തം ചിന്തി മനുഷ്യരാശിയെ രക്ഷിച്ച കാര്യമൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ചിന്തുന്നത് കാളയുടെ രക്തമാണ്, മിത്രയുടെ രക്തമല്ല. മാത്രമല്ല ഈ ഒരു ഗ്രഫീറ്റിയുടെ കാലഗണന AD 200 ശേഷമാണ്. അതിനും എത്രയോ മുമ്പ് ആരംഭിച്ചതാണ് ക്രൈസ്തവ മതം. മിത്രാസ് നല്ല ഇടയൻ, ഗുഡ് ഷെപ്പേർഡ്, രക്ഷകൻ, സേവ്യോ, വഴിയും സത്യവും ജീവനും എന്നൊക്കെ അറിയപ്പെട്ടു എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അത്തരമൊരു പ്രയോഗം മിത്രാസിനെ കുറിച്ച് ഒരു റോമൻ ഡോക്യുമെന്റിലും കാണാൻ സാധിക്കില്ല. അങ്ങനെ തെളിവുകളുണ്ടെങ്കിൽ വാ, 1, 2, 3 നൂറ്റാണ്ടുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഡയറക്റ്റ് എവിഡൻസും കൊണ്ടുവാ. iPhone 17 Pro Max സമ്മാനമായിട്ട് നിങ്ങൾക്ക് തരാവുന്നതാണ്. നേരത്തെ പറഞ്ഞ കോണ്ടസ്റ്റിൻ്റെ എല്ലാ റൂൾസും ഇതിന് ബാധകമാണ്. ഉത്തരം കൊണ്ടുവരുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റിൽ തന്നെ കൊണ്ടുവരണം. ഫോർമാറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇവരുടെ അടുത്ത വാദം ഇദ്ദേഹത്തിൻ്റെ വിശുദ്ധ ദിനം ഞായറാഴ്ചയായിരുന്നതാണ് ചിലർ പറയുന്നത്.
അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആഴ്ചയിൽ 7 ദിവസങ്ങളല്ലേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ദിവസം പല സംസ്കാരങ്ങളിലും പ്രാധാന്യമുള്ളൊരു ദിവസം തന്നെയാണ്. മാത്രമല്ല ക്രൈസ്തവർ ഞായറാഴ്ച ആഘോഷിക്കുന്നത് മിത്രം മതം തുടങ്ങുന്നതിനെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെയാണ്. AD 80 മുൻപ് ആർക്കിയോളജിക്കലായോ ഡോക്യുമെൻ്ററി ആയോ മിത്രാസ് മതത്തിന് യാതൊരു തെളിവും റോമൻ മിത്രായസത്തിന് ലഭ്യമല്ല എന്നുള്ളത് വസ്തുതയായിട്ട് നിലനിൽക്കെ അതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപേ ക്രൈസ്തവർ ഈ ഞായറാഴ്ച ആചരണം തുടങ്ങി എന്നത് വ്യക്തമാണ്. ഇവിടെ ഏതെങ്കിലും രീതിയിൽ കോപ്പിയടിയ നടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് വന്ന റോമൻ മിത്രക്കാരെ ക്രൈസ്തവ ആചാരങ്ങളെ കോപ്പിയടിച്ചതാണ് എന്നേ പറയാൻ സാധിക്കും. മിത്രയെ ആരാധിച്ചിരുന്നവർ എല്ലാ ആഴ്ചയും ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ അത്താഴം ലോർഡ്സ് സപ്പർ എന്നൊരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നതിനും യാതൊരു തെളിവുമില്ല. ആബ്സല്യൂട്ട് നോൺസെൻസ് എന്ന് മാത്രമേ ഇത്തരം വാദങ്ങളെ വിളിക്കാൻ സാധിക്കൂ. ഇതോടെ മിത്രാസ് ദേവന്റെ പിറന്നാൾ കോപ്പിയടിച്ചതാണ് ഡിസംബർ 25 ക്രിസ്മസ് എന്ന പന്തക്കോസ്തക്കാരുടെ വാദവും മിത്രാസ് ദേവന്റെ കോപ്പിയാണ് യേശു ക്രിസ്തു എന്ന യുക്തിവാദികളുടെ വാദവും നമ്മൾ പൂർണ്ണമായും പൊളിച്ചടിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ക്രിസ്മസും സദർനാലിയ ആഘോഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് ചരിത്രപരമായ തെളിവുകളുടെ വെളിച്ചത്തിൽ പരിശോധിക്കാവുന്നതാണ്. ഫുൾ വീഡിയോ എൻ്റെ തിയോലോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്.